ഒന്നും ആത്യന്തികമായി ഈ ഭൂമിയിൽ നിലനിൽക്കില്ല. സക്സസും ഫെയിലിയറും രണ്ടും വരും പോവും. അപ്പൊ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ തോറ്റു നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിൽക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒരു യത്തീമിന്റെ അടുത്ത് പോയി ഒരു യത്തീമിനെ, ഒരു അനാഥയെ പോയി നീ ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ അവിടെ തോറ്റു നിൽക്കുക. അപ്പൊ നിന്റെ ലൈഫിൽ നീ തോറ്റാൽ നീ എന്ത് ചെയ്യാ? നിന്നെക്കാൾ തോറ്റ ഒരാളെ കണ്ടുപിടിച്ച് അയാളുടെ അടുത്ത് പോയി നിന്ന് അയാളെ ഒന്ന് പരിഗണിച്ചാൽ നിന്റെ തോൽവി ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ജയിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ ഒരു കമ്പാരിസൺ, മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു നേച്ചറാണ്. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? നമ്മളെപ്പോഴും ഇങ്ങനെ അക്കരയാണ്, നമ്മുടെ പച്ച എപ്പോഴും അക്കരയാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് ഒരിക്കലും പച്ച വരൂല. നമ്മൾ ഏത് പച്ചപ്പിൽ പോയാലും അക്കരെ ഒരു പച്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോ എന്താ ചെയ്യാ? ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കൂടെയുള്ള തോറ്റ് നിൽക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് പോവുക. അപ്പൊ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്താ സ്റ്റെപ്പ് എടുക്കേണ്ടത്? ചുറ്റുപാടും ആരെങ്കിലും പ്രയാസപ്പെട്ട് നിൽക്കുന്നു എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അവന്റെ അടുത്ത് പോവുക, അവനെ സമാധാനിപ്പിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി സമാധാനപ്പെട്ടോളും. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടോ? നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് കൂൾ ഡൗൺ ആവും, കാം ഡൗൺ ആവും, പീസ്ഫുൾ ആവും.